നിങ്ങൾ വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ വിളിക്കാത്തൊരു എൻഗേജ്മെൻറ്റ് ഞാനും എൻ്റെ ചങ്ങും കൂടി പോവാട്ടോ. സംഭവം എന്നെ പെണ്ണിൻ്റെ ബ്രദർ ശരത്ത് വിളിച്ചിട്ടുണ്ടെങ്കിലും ഇവൻ ആരും വിളിച്ചിട്ടില്ല. ഇവൻ അത് ആരെങ്കിലും കാണുമോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക. എൻ്റെ മുഖത്താണെങ്കിൽ ഇഷ്ടംപോലെ കുരുള്ളതുകൊണ്ട് ഇത് ആരെങ്കിലും കാണുമോ എന്നൊരു ടെൻഷനായിരുന്നു എനിക്ക്. ബൈ ദ വൈ നമ്മൾ വെൽക്കം ഡ്രിങ്കിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ക്യാരറ്റ്, ടെൻഡർ കോക്കനട്ട്, പേരയ്ക്ക, മുന്തിരി, അങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. ഓസിന് കിട്ടാമെന്ന് വെച്ചിട്ട് നമ്മൾ ഒന്നും ഒഴിവാക്കിയിട്ടില്ല, എല്ലാം അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടേഴ്സായിട്ട് നടക്കുന്ന പിള്ളേർ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. അവിടെയും പോയിട്ട് 3 ടൈപ്പിലുള്ള സ്റ്റാർട്ടേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ വന്നിട്ട് ചെക്കനെയും പെണ്ണിനെയും കാണാതെ പോകുന്ന മോശമില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നാനി അക്ബർ ഓഡിറ്റോറിയം ഇതിന് മുന്നേ ഇത്രയും ഭംഗിയായിട്ട് കണ്ടിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെക്കനും പെണ്ണൊക്കെ സ്റ്റേജിലോട്ട് എത്തിയിട്ടോ. ഇന്ന് അവിടെ എൻഗേജ്മെന്റ് ഡേ ആയതുകൊണ്ട് റിംഗ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവന്റ് മാനേജ്മെന്റ് പിള്ളേരുടെ ഹോസ്പിറ്റാലിറ്റി എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. കാരണം സ്റ്റേജിൽ അത്രയും തിരക്കുണ്ടായിട്ട് അവർ ഭംഗിയായിട്ട് അത് മാനേജ് ചെയ്തു. ഇവിടെ എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ആയിട്ടുള്ള ഒരു വയലിൻ ആയിരുന്നു. റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ആദ്യം ചെന്നത് സദ്യയുടെ സെക്ഷനാണ്. ഒരുപാട് ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള സദ്യയായിരുന്നു. പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അതല്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം എസ്കേപ്പ് ആയി. തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി. ഓരോ ടേബിളിലും മെനു കാർഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം അത്രയും കിടിലൻ ഫുഡാണ്. മട്ടൻ ബിരിയാണിയും ഇറാനി ചിക്കൻ ബിരിയാണി, അതുപോലെ ചിക്കൻ വറുത്തതും ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡെസേർട്ട് സെക്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരുപാട് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു എൻഗേജ്മെന്റ് ഇത്രയും അടിപൊളിയാക്കിയത് ഇവൻട്രോ ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് ആണ് കേട്ടോ. കേരളത്തിൽ എല്ലായിടത്തും സർവീസ് അവൈലബിൾ ആണ്. നമ്പർ ഞാൻ താഴെ കൊടുക്കാം.